കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി സ്ഥാപിച്ച കുഴൽക്കിണർ പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങൾ പലതായി. കൂടാളി പഞ്ചായത്തിലെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ആയിപ്പുഴ സെൻട്രൽ ജംഗ്ഷനിൽ 2 പതിറ്റാണ്ട് മുൻപ് സ്ഥാപിച്ച കുഴൽക്കിണർ പ്രവർത്തനരഹിതമായിട്ട് ഏറെ വർഷങ്ങളായി. ടൗണിന്റെ ഹൃദയഭാഗത്ത് പാതയോരത്ത് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും വ്യാപാരികളുടെയും സൗകര്യാർത്ഥം നിർമ്മിച്ചതായിരുന്നു ഈ കുഴൽക്കിണർ. 50ലധികം വ്യാപാര സ്ഥാപനങ്ങളും പരിസരങ്ങളിലെ ധാരാളം വീട്ടുകാരും ധനകാര്യ സ്ഥാപനങ്ങളും ഓഫീസുകളും ഉള്ള ഇവിടെ എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു ഈ കുഴൽക്കിണർ. ഇതിലെ വെള്ളം നാട്ടുകാർക്കു മാത്രമല്ല, നാൽക്കാലികളും പക്ഷികളും പകൽ മുഴുവൻ ദാഹം അകറ്റാൻ ഇവിടെ എത്തുമായിരുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന ജനുവരി മുതൽ ജൂൺ മാസം വരെ എല്ലാവരുടെയും ആശാകേന്ദ്രം കൂടിയായിരുന്നു ഈ കുഴൽക്കിണർ. നാട് പൊള്ളുന്ന ചൂടിൽ പിടിച്ചിറക്കിയപ്പോൾ ദാഹമകറ്റാൻ മറ്റൊരു സൗകര്യമില്ലാത്തതിനാൽ അടിയന്തിരമായി ആയിപ്പുഴ സെൻട്രൽ ജംഗ്ഷനിലെ വെള്ളം ചുരത്താതെ കേടുവന്നു കിടക്കുന്ന കുഴൽക്കിണർ അറ്റകുറ്റപ്പണി നടത്തി വെള്ളം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും മുഖ്യ ആവശ്യം. 40 വർഷത്തോളമായ കുഴൽക്കിണറാണ്. ഇപ്പോൾ 1-2 വർഷമായി വെള്ളം കിട്ടാത്ത ഉപകാരപ്രദമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കേണ്ട ഭാഗമായിട്ടുണ്ടായ കുഴൽക്കിണറാണിത്. അതിൽ അന്നേരം ഉപകാരപ്രദമായിരുന്നു. ഇപ്പോൾ 1-2 വർഷമായി വെള്ളമില്ലാതെ നന്നാക്കാതെ ഇട്ട് ജനങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക്, ഓട്ടോറിക്ഷക്കാർക്ക്, നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ കിണറായിരുന്നു ഒരു കാലത്ത്. ഉപയോഗശൂന്യമായതിനാൽ ആരും ഉപയോഗിക്കാതെ നിൽക്കുന്നു. ആയിപ്പുഴ ടൗണിൽ തന്നെ സ്ഥാപിച്ച 40 വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു കുഴൽക്കിണറായിരുന്നു ഈ കുഴൽക്കിണർ. പണ്ടുകാലങ്ങളിൽ മുതലേ കുടിവെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശമായതിനാൽ ഒരുപാട് കുടുംബങ്ങൾ വെള്ളമെടുത്തു കുടിവെള്ളം ക്ഷാമം പരിഹരിച്ച കുഴൽക്കിണറായിരുന്നു. ഇപ്പോൾ 3-4 വർഷമായിട്ട് താറാറിലായിരുന്നു. ഈ താറാറ് ഉടൻ പരിഹരിച്ച് ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം ഉടൻ പരിഹാരം കാണണമെന്ന് അധികൃതരോട് അപേക്ഷിക്കുകയാണ്.